പ്രതിഷേധം ആം ആദ്മി പാർട്ടി പ്രതിഷേധം ആം ആദ്മി പാർട്ടി പ്രതിഷേധം ആരോഗ്യമന്ത്രി രാജിവെക്കുക വീണ ജോർജ് രാജിവെക്കുക കാപ്സ്യൂൾ മന്ത്രിസഭ പിരിച്ചു വിടുക സേഫ്റ്റി ഓഫീസർ രാജിവെക്കുക ആരോഗ്യമന്ത്രി രാജിവെക്കുക വീണ ജോർജ് എന്തിനു ഭരിക്കുന്നു തിരുവനന്തപുരത്ത് കണ്ടില്ലേ? കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു മരിക്കാൻ ഇടയായ സംഭവത്തിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ പ്രതിഷേധം സംഘടിച്ചു. ബിന്ദുവിന്റെ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കുക, കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും സുരക്ഷാ ഉദ്യോഗസ്ഥരും രാജിവെക്കുക, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് നല്ല ചികിത്സ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആം ആദ്മി പാർട്ടി പ്രതിഷേധിച്ചത്. ആം ആദ്മി പാർട്ടി സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ഇൻചാർജ് അലി സുജാത്, ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ് റോയി വെള്ളരിങ്ങട്ട്, LAC പ്രസിഡന്റുമാരായ പ്രിൻസ് മാമൂട്ടിൽ, ജോസഫ് പീരമേട്, LAC സെക്രട്ടറിമാരായ ഫ്രാൻസിസ് കോരോത്ത്, ബിനു മാത്യു, അതിരമ്പുഴ പ്രസിഡന്റ് ജോയി ചാക്കോ, മറ്റ് മണ്ഡലം ഭാരവാഹികളായ ചാക്കോ പയ്യനാട്, കാത്തി, ഫ്രാൻസിസ് മുക്കുടിയിൽ, സിന്ധു, ജോയി ചെമ്മനാനി, സുബിൻ, ബിനു ജെയിംസ് എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. നമുക്കറിയാം, ഇന്ന് മെഡിക്കൽ കോളേജിൽ നടന്ന അപകടത്തെപ്പറ്റി ഓൾറെഡി കേരളത്തിൽ എല്ലാവരും, നമ്മുടെ ഇന്ത്യ മുഴുവനും അറിഞ്ഞു കഴിഞ്ഞു. 14-ാം വാർഡിൽ നടന്ന അപകടത്തിൽ, ഇന്ന് 10 മണിക്ക് നടന്ന അപകടത്തിൽ നമ്മുടെ സേഫ്റ്റി ഓഫീസേഴ്സും ഹോസ്പിറ്റൽ അധികൃതരും പറഞ്ഞത് അവിടെ അടഞ്ഞു കിടന്ന ഒരു ബിൽഡിംഗാണ്, അവിടെ കാഷ്വാലിറ്റി ഒന്നുമില്ല, അവിടെ പേഷ്യൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റായ വിവരങ്ങളാണ് അതോറിറ്റീസിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റേറ്റ്മെൻ്റായിട്ട് പുറത്തു പോയത്. 2 മണിക്കൂർ കഴിഞ്ഞു വന്ന സുരക്ഷാ പ്രവർത്തകരെ ഇത് വീണ്ടും താമസിപ്പിക്കാനിടയായി. അവർക്ക് രക്ഷാപ്രവർത്തനം ഉടനെ നടത്താൻ സാധിച്ചിട്ടില്ല. അധികൃതരുടെ അടുത്തുനിന്ന് വരുന്ന ഇത്തരം തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടുതൽ അപകടങ്ങളിലേക്ക് നയിക്കും. ഇന്ന് ഒരു 5 പേരെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരാൾ ബിന്ദു മരിച്ചുപോയി, എല്ലാവർക്കും അറിയാം. 11 വയസ്സുള്ള വയനാട്ടിൽ നിന്നുള്ള ഒരു കുട്ടിയും അമ്മയും അവരുടെ അമ്മയുടെ കൂടെ ബൈസ്റ്റാൻഡറായിട്ട് വന്നതാണ്. കുട്ടി ബാത്റൂമിലുണ്ടെന്ന് അവർക്ക് അറിയാമായിരുന്നു. ബാത്റൂമിൻ്റെ ഭാഗമാണ് ഇടിഞ്ഞു വീഴുന്നത്. ജീർണിച്ച ബിൽഡിംഗ് ആണ്. സേഫ്റ്റി ഓഫീസേഴ്സ് ഇതിന് ഉത്തരം പറയണം. ഇവിടുത്തെ സേഫ്റ്റി ഓഫീസറെ ഉടനെ തന്നെ സസ്പെൻഡ് ചെയ്യണം. വീണ ജോർജ് ഇതിന് മറുപടി പറയണം. സൂക്ഷ്മമായ അന്വേഷണം നടത്തണം. ഗവൺമെന്റ് ഇതിന്റെ ഉത്തരവാദിത്തം എടുത്തുകൊണ്ട് മരിച്ചവർക്കും അപകടത്തിൽപ്പെട്ടവർക്കും വേണ്ട ചികിത്സയും കോമ്പൻസേഷനും ഉടനെ നൽകണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുകയാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഏറ്റവും മോശമായ അവസ്ഥ ഓപ്പറേഷൻ തിയേറ്ററിൽ ചികിത്സാ ഉപകരണങ്ങളില്ല, തിയേറ്റർ ഉപകരണങ്ങളില്ല, മരുന്നുകളില്ല, ചികിത്സയില്ല. ഇപ്പൊ ചികിത്സയ്ക്ക് വന്നവർ പോലും ഹോസ്പിറ്റലിൽ മരണത്തിന് വിധേയരാകുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേണ്ട ചികിത്സ കൊടുക്കുന്നതിന് പകരം ഹോസ്പിറ്റലിൽ വന്ന് മരണപ്പെട്ട് ശവവുമായിട്ട് വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ശോചനീയാവസ്ഥയ്ക്ക് ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഇപ്പോൾ ഭരണകൂടവും ഇതിന് ഉത്തരം പറയണം. അതിന് നടപടികൾ എടുക്കണം. വേണ്ടപ്പെട്ടവരെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആം ആദ്മി പാർട്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ്, ആവശ്യപ്പെടുകയാണ്. ഈ ഒരു അനാസ്ഥ, അതായത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ജനങ്ങൾ നേരിടുന്ന ഒരു അനാസ്ഥ തന്നെയല്ലേ ഇന്ന് സംഭവിച്ചത്, അല്ലേ? തീർച്ചയായിട്ടും ഇത്രയും ശോചനീയാവസ്ഥയുള്ള ഒരു ബിൽഡിങ്ങിനകത്ത് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്തിട്ട് ഈ ബിൽഡിംഗ് കൊളാപ്സ് ആവുന്ന അറിഞ്ഞിട്ട് കൂടി പേഷ്യൻസിനെ അവരുടെ തീർത്തും കെയർ ചെയ്യാതെ അഡ്മിറ്റ് ചെയ്തത് അവരുടെ ലൈഫിനെ തന്നെ അതിനകത്തുനിന്ന് ഒരാൾ ലോസ്റ്റായി. മറ്റ് 4 പേർക്ക് പരിക്ക് പറ്റി, അവർ ICUവിലാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആവശ്യം ഈ ആരോഗ്യമന്ത്രി രാജിവെക്കണം. ഈ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള മെഡിക്കൽ സെക്ടറിൽ മന്ത്രി സംസാരിക്കുമ്പോഴത്തേക്കും ഒരുപാട് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് പറയുന്നുണ്ട്. പക്ഷേ നിസ്സാരമായ ഈ ഒരു ബിൽഡിങ്ങിന് മെയിൻ്റനൻസ് കൊടുത്തുകൊണ്ട് രോഗികളുടെ സേഫ്റ്റി എടുക്കാൻ പറ്റാത്ത ഒരു മന്ത്രി അല്ലെങ്കിൽ ഈ സർക്കാർ എന്തിനാണ് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത്? രാജിവെക്കൂ, പുറത്തു പോകൂ. ഇവിടെ
ഇവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടൻറ്റ് രാജിവെക്കൂ, പുറത്തു പോകൂ. ഇതൊക്കെയാണ് സേഫ്റ്റി ഓഫീസേഴ്സ്. എല്ലാ ഹോസ്പിറ്റൽസിലും സേഫ്റ്റി ഓഫീസേഴ്സ് ഉണ്ട്. അവർ എന്തിനാണ് നെയിം സേക്കിനാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് 10, 50, 60 വർഷമായ ബിൽഡിങ് ഇത്ര ശോചനീയമായ നിലയിൽ നിൽക്കുന്ന കണ്ടിട്ട് അതിന് വേണ്ട മെഷേഴ്സ് എടുക്കുക, സേഫ്റ്റി മെഷേഴ്സ് എടുക്കുക. പിന്നെ എന്തിനാണ് ഈ സേഫ്റ്റി മെഷേഴ്സിന് ഉള്ള ഓഫീസേഴ്സിനെ വെച്ചിരിക്കുന്നത്? ഞങ്ങൾ ആം ആദ്മി പാർട്ടി, ഞങ്ങളുടെ കേജ്രിവാൾജി ഞങ്ങളുടെ ഡൽഹിയിലും പഞ്ചാബിലും വന്ന് നോക്കൂ. ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ വെൽഫെയർ പോളിറ്റിക്സ്, ഞങ്ങൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ടി സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ആണെങ്കിലോ മെഡിക്കൽ സെക്ടറിൽ നിങ്ങൾ വന്ന് നോക്കൂ, കാണൂ. അത് തന്നെയാണ് ഞങ്ങൾ ഇവിടെയും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ്. തീർച്ചയായിട്ടും അവർ ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് പോളിറ്റിക്സ് ആണ്, അല്ല ഞങ്ങൾ പൊളിട്രിക്സ് അല്ല. ഓക്കെ, താങ്ക് യു. ഞങ്ങളുടെ കേജ്രിവാൾ ഡൽഹി ഭരിച്ചപ്പോൾ എന്ത് സമാധാനമായിട്ട് അവരുടെ ഹോസ്പിറ്റലും സ്കൂൾസും പാവപ്പെട്ടവരെല്ലാം എൻജോയ് ചെയ്തു. പക്ഷേ ഇന്ന് ആൾക്കാർ കംപ്ലീറ്റ് സങ്കടത്തിലാണ്. അവരുടെ ജുഗിയെല്ലാം പൊളിച്ചു കളഞ്ഞു. സ്കൂൾസിൽ പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. ഇപ്പോൾ തന്നെ മന്ത്രി ഇവിടെ വന്നിട്ട് പോയി കാണേണ്ടവരെ കണ്ടുമില്ല, അവരെ സമാധാനിപ്പിച്ചിട്ടുമില്ല. അവർക്കൊരു ആശ്വാസ വാക്ക് കൊടുക്കുക, ഒരു കോമ്പൻസേഷൻ കൊടുക്കാമെന്ന് പറയുകയോ ചെയ്യാതാണ്ട് ചുമ്മാ ഒരു ഷോ കാണിച്ച് പോയിട്ട് എന്ത് ഫലം? ഈ LDF അവർക്കൊക്കെ മന്ത്രിമാർക്കൊക്കെ പുറത്ത് പോയി ചികിത്സിക്കാനായിട്ടുള്ള പൈസയും അവസരങ്ങളും ഉണ്ട്. അവരാദ്യമേ ഇവിടെ ചികിത്സിക്കട്ടെ. എന്തിനാ അവർ പുറത്തു പോകുന്നു? ഈ പാവങ്ങൾക്ക് വേണ്ടിയല്ല ഗവൺമെൻറ്. എന്നിട്ട് ഈ പാവങ്ങൾക്ക് എന്ത് ചെയ്യുന്നു ഗവൺമെൻറ്? പിന്നെ എന്തിനാണ് അവരുടെ റിലേഷൻസിനും അവരുടെ ആൾക്കാരെയും നോക്കാനായിട്ടും അവർക്ക് പുറത്തു പോയി ചികിത്സിക്കാനാണെങ്കിൽ പിന്നെ ഈ പാവപ്പെട്ടവരെ കൂടെ എന്നാൽ കൊണ്ടുപോകും. അവർ മണിക്കൂറുകളാണ് വെയിറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറെ കാണാൻ. അല്ലെ പൈസ അവരോട് വാങ്ങിച്ചിട്ട് അതിനുള്ള ശരിക്കുള്ള ചികിത്സ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആം ആദ്മി പാർട്ടി കംപ്ലീറ്റ് പ്രതിഷേധിക്കുന്നു. LDF റിസൈൻ ചെയ്യണം. ആരോഗ്യമന്ത്രിയെ പറ്റി എന്താണ് പറയാനുള്ളത്? ആരോഗ്യമന്ത്രി എടുക്കുന്ന നിലപാട് ഈസ് നോട്ട് കേപ്പബിൾ എനഫ്. She must resign. She is capable. She is incapable and she should resign immediately. ട്രിവാൻഡ്രത്തും ഇത് തന്നെ നടക്കുന്നു. ഏത് മെഡിക്കൽ കോളേജിലാണ് പീസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ നടക്കുന്നത്? ഈ LDF ഗവൺമെൻറ് റിസൈൻ ചെയ്ത് ഇമ്മീഡിയറ്റ്ലി പോകണം. തലയോലപ്പറമ്പിലുള്ള ബിന്ദു എന്ന വീട്ടമ്മയുടെ ആ കുടുംബത്തോടൊപ്പം ആം ആദ്മി പാർട്ടി ഒന്നടങ്കം ഞങ്ങൾ ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം, ആരോഗ്യമേഖലയിലെ സിസ്റ്റം പൂർണ്ണമായി തകർന്നിരിക്കുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നാണ് ആം ആദ്മി പാർട്ടിക്ക് പറയുവാനുള്ളത്. തീർച്ചയായും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റുമായി ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് കാഴ്ച കുറവായിട്ട് വന്ന് പരിശോധിക്കാൻ വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടുന്ന് അറിയിച്ചത്, നേത്ര വിഭാഗത്തിൻ്റെ മേധാവി അറിയിച്ചത് ഇവിടെ സാധ്യമല്ല, ആലപ്പുഴ ചെന്ന് തുടർ ചികിത്സ നടത്തണമെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു സിസ്റ്റം പോലും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് അമേരിക്കയെ നേരം വെളുത്താൽ കുറ്റം പറയും, അല്ലെ മറ്റ് യൂറോപ്യൻ കൺട്രികളെ കുറ്റം പറയും. അതാണ് പിണറായി വിജയനും അതുപോലെ തന്നെ ഇവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സിസ്റ്റം പരാജയപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു ഭരണ മാറ്റമാണ് വേണ്ടത്. അത് ആം ആദ്മിക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്.